കേറുന്നെങ്കിൽ വന്ന് കേറങ്ങോട്ട്. ബൈക്കിൽ ഞാൻ കേറാറില്ല. കേറണ്ട, നീ കേറണ്ട. അത്രയും ഭാഗ്യം എനിക്കുണ്ട്. ലവൻ വിളിച്ച് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങ് വന്നിരിക്കുന്നത്. കേറുന്നെങ്കിൽ അങ്ങോട്ട് കേറും. നീ എന്ത് പ്രതീക്ഷിച്ച്? ഒന്നും പ്രതീക്ഷിക്കണ്ടട്ടാ. വേണമെങ്കിൽ ഇവിടെ നിന്നോ, അല്ലേ വല്ലത്തവന്മാരും കേറിയിട്ട് പോകുമ്പോ മനസ്സിലാക്കിയോളും. ഹലോ, എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ? കേറുന്നെങ്കിൽ കേറ്. ആ ഇറക്കാം. എന്റെ കർത്താവേ, ഈ പൂച്ചേനാണ് എനിക്ക് കിട്ടിയത്. ഓ, എന്ത് സംസാരിക്കാനാ? ലവറോ? ഇവളുടെ ലവറിൻ്റെ കാര്യം ഒരിക്കലും പറഞ്ഞു. ആ, എനിക്ക് ഒരു ലവറേ ഉള്ളായിരുന്നു. അവൾ എന്നെ തേച്ചും പോയി. അതുകൊണ്ട് ഇപ്പം എനിക്ക് ലവറൊന്നുമില്ല. ആരാ നിൻ്റെ അടുത്ത് ഈ പൊട്ടത്തരമൊക്കെ ഒന്ന് പറഞ്ഞേ? എന്തായാലും എനിക്കിപ്പോൾ ഒരു ലൈനും ഇല്ല. എനിക്ക് എൻ്റെ പണ്ടത്തെ ലൈനെ തന്നെ ഇഷ്ടം. അവളെൻ്റെ അടുത്ത് എന്ത് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്താലും എനിക്ക് അവളെ തന്നെ ഇഷ്ടം. അതൊക്കെ എന്തിനാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നത്? എന്തായാലും നല്ല തട്ടുകട വന്നിട്ടുണ്ട്. നിനക്കത് ആവശ്യം തന്നെ. അത്ര കനന്തരൂരി ഞാൻ അടുത്ത് കാണിച്ചത്. മനസാക്ഷി, ഞാനെന്തോ ചെയ്തെന്ന? എനിക്ക് അവനെ ഇപ്പോഴും ഇഷ്ടമാണ്. അവടുത്തെ കാരണമാ. എന്റെ ഫോൺ എന്ത് പണി? ആരെ വിളിക്കുന്നു നീ? അവനെ തന്നെ, എന്റെ പുന്നാര ചേട്ടനെ. ഹലോ മൈ ഡിയർ പുന്നാര സിസി. ഞാൻ നിന്റെ ജീവൻ കുട്ടിച്ചുറയ്ക്കും. നീ എന്തുവാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അർദിമി, ദാണ്ടെ ഫുഡ്. അതെന്തിനാ അർദിമി? അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എനിക്ക് വീണ്ടും പണ്ടത്തെ കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. നീ ഫുഡ് എടുത്ത് കഴിക്കും, ഞാൻ പോരാ. സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്ക് എന്താ പറ്റി? അല്ല, എന്തു പോയി? എന്തോ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് എനിക്കല്ലാതെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഹോസ്റ്റലെത്തി. ഇറങ്ങും. എടാ ജിത്തു,
എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ തെറ്റ്. ഞാനാ എൻ്റെ ചേട്ടൻ്റെ വാക്കും കേട്ട് നിന്നെ എനിക്കിഷ്ടമല്ല ബ്രേക്കപ്പ് പറഞ്ഞു. അതെൻ്റെ തെറ്റാ. എടാ, അല്ലാതെ നിന്നെ എനിക്ക് ചതിക്കണമെന്നൊന്നും ഒന്നുമില്ലായിരുന്നു. അതാടാ ജിത്തു. ചിത്തു, ലച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാടി. എന്ത് റീസൺ കൊണ്ടാണ് നീ എന്നെ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ്. പക്ഷെ നീ എൻ്റെ അടുത്ത് ഇത്രയും നാളും മിണ്ടാതിരുന്നപ്പോൾ എത്ര വിഷമമായിരുന്നു അറിയാമോ? സോറിടാ ചിത്തു, പറ്റിപ്പോയി, സോറി. ഇറ്റ്സ് ഓക്കെ ലച്ചു. ലച്ചു, എങ്ങനെയുണ്ട്? അതിക്ക് കുറവുണ്ടോ? ലച്ചു, ഡീ ലച്ചു. എന്ത് സെറ്റ്? എന്തുവാടി? അയ്യോ, സമാധാനം. സെറ്റായോ നിങ്ങൾ രണ്ടുപേരും? അയ്യോ, എന്തൊക്കെയായിരുന്നു? അതൊക്കെ വിട്. ആദിക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? വരുന്നുണ്ട്. പിന്നെ ആദിക്ക് കുറവുണ്ട്. പക്ഷേ അവൻ നീ എന്തെന്ന് ചോദിച്ചു. ഞാൻ കാരണമായിരിക്കും അല്ലേ ലച്ചു ആദിക്ക് ആക്സിഡന്റ് ആയത്? പിന്നല്ല, തീർച്ചയായിട്ടും നീ കാരണമായിരിക്കും ആക്സിഡന്റ് ആയത്. ശവത്തി കുത്താതെ ലച്ചു. I don't know, ലച്ചു. I love him. എന്തോന്ന് നീ മലയാളത്തിലെല്ലാം പറയുന്നേ? എനിക്കറിയത്തില്ല ലച്ചു. എങ്ങനെയൊക്കെയോ ആദ്യം എൻ്റെ മനസ്സിൽ കയറിക്കൂടി. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും നിനക്ക് അവനെ ഇഷ്ടമാണോ? അതല്ലേ പറഞ്ഞു ലച്ചു, എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. നടക്കട്ടെ നടക്കട്ടെ. എടി, ഇച്ചയാടി വിളിക്കുന്നത്. ഓ കോപ്പ് ഇച്ച, അവൻ ഒരുത്തൻ കാരണം ഇത്ര നടന്നത്. നീയേ ആ ഫോൺ എടുത്തിട്ട് ലൗഡ് സ്പീക്കർ ഇടി. എന്തായാലും അവൻ എന്റെ കാര്യം ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. ഹലോ ഇച്ച, എന്താ ഇച്ച? കുക്കു, നിനക്ക് സുഖം തന്നെ? എത്ര നാളായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ട്. ഇച്ച, എനിക്ക് സുഖമാണ്. ഇച്ചായ്ക്ക് സുഖമാണോ? ആടി കുക്കു, ഇച്ചയ്ക്ക് സുഖമാ. പിന്നെ ഇച്ച കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇച്ച എന്നാ വരുന്നേ? വരാൻ നേരത്ത് പറയണേ. കുക്കു, ഇച്ച വരാൻ നേരത്ത് പറയാം. പിന്നെ ഇച്ചയ്ക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഇച്ച ഒരു ദിവസം പറയാൻ കേട്ടോ. അത് മറ്റേ രച്ച ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ പറയാമേ. പിന്നെ എന്ത് കാര്യം ഇച്ചായ? അതൊക്കെ ഇച്ച വന്നിട്ട് പറയാം. പിന്നെ കുക്കു, ലച്ച വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. കള്ളപ്പന്നിക്ക് മനസ്സിലാവത്തില്ല, എല്ലാം ചെയ്ത് വെച്ചാലല്ലേ. അതോ ഇച്ചനാണ് അവന്റെ ലയനൊക്കെ തേപ്പിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു. കർത്താവേ, അവളത് അറിഞ്ഞാ? ശിവനെ, ആ മാരനോടെ ഉണ്ടായിരുന്നു. ലച്ചു, എടീ അതെന്തോ പറയണ്ടേ? ഞാൻ അവർ രണ്ടുപേരും അങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കണ്ടു. അതാ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ. എടി പാവടി ഇച്ച. ഇച്ചൻ കണ്ട കാര്യമല്ലേ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞേ? ഒരു പാവം വന്നേക്കുന്നു. എടി കുക്കു, നിന്റെ കാര്യം ഇവന്റെ അടുത്തൊന്നും പറയല്ലേ. നീ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ ഇവൻ പായ വളിഞ്ഞിട്ട് പോകും. എന്തോടെ ലച്ചു പറയുന്നേ? കുക്കുന് വേറെ ലയനൊക്കെ സെറ്റായാ? അതല്ലേ പറഞ്ഞേ, സെറ്റാവുന്നേരം ഞാൻ തന്നെ പറയാം കേട്ടാ. ഇപ്പൊ നീ ഒന്നും അറിയണ്ട, എന്നാ നീ എല്ലാം കുളം തോണ്ടി വെക്കും. എന്നാ ശരി, എന്നാ വെക്കുവാണേ. എടി ലച്ചു, എനിക്ക് കുക്കുനിത്തൊന്ന് സംസാരിക്കണം. എടി
ലച്ച്. എടി എന്തിനാണ് ഇച്ചെടുത്ത് അങ്ങനെയൊക്കെ പറയുന്നത്? ഇച്ചയ്ക്ക് വിഷമമാകത്തില്ലേ? എന്തോ എങ്ങനെ മോൾക്കറിയാത്ത മാതിരി എന്നെ കാട്ടി കൂടുതൽ നിനക്ക് കൊച്ചിനെ അറിയാതെ പിന്നെന്തുവാ? ലച്ച് പറഞ്ഞ സത്യമായിരിക്കുമോ? കുക്കുവിന് സെറ്റൊക്കെ കാണും. ചേച്ചേ അവള് ചുമ്മാ പറയുന്നേ. അഥവാ ആയി കാണും എന്നാൽ ഞാൻ കുക്കുനെ കൊല്ലും. എന്തായാലും അവളെ കാണാൻ പോണം. എന്തായാലും സത്യാവസ്ഥ അറിയാലോ. ലച്ചു പറയുന്ന സത്യമാണോ അല്ലയോ എന്ന്. എന്നിട്ട് എന്തോ നടന്നപ്പേ പറയാപ്പേ. അയ്യോ എനിക്ക് ക്യൂരിയോസിറ്റി ആവുന്നു. അടുത്തത് നാളെ പറയാം. ഇന്നിത്ര ലേറ്റ് ആയില്ലോ, നീ പോയി ഉറങ്ങിയേ. അപ്പേ പ്ലീസ് അപ്പേ പ്ലീസ് അപ്പേ. അമ്മേ പറ അമ്മ അങ്ങോട്ട് പ്ലീസ് അപ്പേ ഇച്ചിരി കൂടെ. ആ ഇച്ചായ ആ കഥ അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്. പിന്നെ ഗൗരി കിച്ചണിൽ പാലിരിപ്പോണ്ട് പോയി കുടിച്ചേ. എന്നിട്ടേ ഇച്ചായൻ കഥ പറഞ്ഞോളൂ കേട്ടല്ലേ? ആ ശരി അമ്മേ. ഓടിപ്പോട്ട് ഓടി വരാം. മോളെ കൈയും കാലും തട്ടുവേ. നീ പതുക്കെ പോയി കുടിച്ചിട്ട് വന്നാ മതി. ഇച്ചായ ഗൗരി മോൾക്ക് ഇനി അങ്ങോട്ട് കഥ പറഞ്ഞു കൊടുക്കണോ? എന്തിനാ വെറുതെ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ ഇച്ചായ. ആ കാര്യങ്ങളൊന്നും വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വയ്യാത്തോണ്ടാ. വേണോ ഇച്ചായ? അവൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണോ? അത് വേണം, അതാവശ്യമാണ്. ആദിക്ക് എന്തായാലും അതാവശ്യമാണ്. അവൻ ഇതൊക്കെ മാറി വരണമെങ്കിൽ, അവൻ അതെല്ലാം മറക്കണമെങ്കിൽ ഇതാവശ്യമാണ്. എന്തോ അഗസ്ത്യ നീ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നേ? ആദിച്ചേട്ടൻ്റെ സിറ്റുവേഷൻ നിനക്കിപ്പോൾ അറിയാവോ? ഇപ്പൊ ആദിച്ചേട്ടൻ ആ റൂമിൽ ജീവിച്ചു കൂടുന്നത് ഒരു ഭ്രാന്തനെ കണക്കാ. ഒന്ന് ഫുഡ് കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ആനന്ദ് സംസാരിക്കുന്നില്ല. എനിക്കതൊന്നും ആലോചിക്കാൻ വയ്യ. അവിടുത്തെ ആൻറ്റി ആണെങ്കിൽ എന്നും നീറിയാ ജീവിക്കുന്ന അറിയാമോ? എൻ്റെ മോൻ ശരിയാവും എന്നും പറഞ്ഞു. അപ്പോഴേ ഈ കഥയൊക്കെ കൊണ്ടുപോയി പറയുന്നത്. നമുക്കും ആ ഇൻസിഡൻസിന് ശേഷം മറന്നു കഴിഞ്ഞിട്ടുണ്ടോ? പറ ഇച്ചായ പറ. എനിക്കെന്തോന്ന് മറക്കാൻ കഴിയില്ല. എടി എനിക്കും അറിയാം, എല്ലാവരുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ ആദിയുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവണ്ടേ? അവ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ആദിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കണ്ട. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ആദിച്ചേട്ടനല്ല വേണ്ടത്. ഞങ്ങൾക്ക് പണ്ടത്തെ ആദിച്ചേട്ടന് തന്നെയാണ് വേണ്ടത് എന്നും പറഞ്ഞ് ഈ കഥയൊക്കെ ഗൗരി പോയി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ ആ ചേട്ടൻ വീണ്ടും മാനസിക നില തെറ്റിപ്പോവത്തേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇല്ല അമ്മ, ഇല്ല. അവൻ ഇതിലൂടെയൊക്കെ എല്ലാം മറന്ന് നമ്മളെ പണ്ടത്തെ ആദ്യമായിട്ട് തന്നെ തിരിച്ചു വരും. എനിക്കുറപ്പുണ്ട്. എൻ്റെ ആദ്യ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ എന്തോ ചെയ്യേ, പിന്നെ ദുഃഖിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ തിരുത്താൻ ഞാനില്ല. നിങ്ങൾ എന്തോ ചെയ്യും.